ഇന്നും ഞങ്ങൾ ആ മുഖം ഓർക്കാറുണ്ട്. അവനുണ്ടായിരുന്നുവെങ്കിലെന്ന് ഞങ്ങൾ വിചാരിച്ചു പോകാറുണ്ട്. അതിനുശേഷം അവൻ്റെ പകരക്കാരന് വേണ്ടി ആ നാട് കാത്തിരുന്നു. അപ്പോഴാണ് അവിടേക്ക് അവൻ വന്നത്. വിശ്വാസം നശിച്ചു മണ്ണടിഞ്ഞ ആ സ്ഥലത്ത് വെറും പ്രതീക്ഷ മാത്രമായിരുന്നു ആ പേര്. വാഴ്ത്തുപാട്ടുകളും മുൻവിധികളും ഒന്നും തന്നെ അവിടം കേട്ടിരുന്നില്ല. അവൻ അവരെ രക്ഷിക്കുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. പിന്നീട് എന്താ സംഭവിച്ചവിടെ? അതൊരു കഥയാണ്. അവൻ്റെ രക്തം കൊണ്ടെഴുതിയ കഥ. അവരുടെ വിശ്വാസമായി തീർന്ന കഥ. ഞങ്ങളുടെ ഉടയോൻ്റെ കഥ. ഏറെ ലേറ്റായി വന്നൊരു സൈനിങ്. ദിമിക്ക് പകരം അതുപോലെ ഒന്ന് തന്നെ വേണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നതിൽ അന്ന് കുറ്റം പറയാനുമാകില്ല. പക്ഷേ നീണ്ടുപോയിരുന്ന സ്ട്രൈക്കർ സൈനിങ്ങിലൊടുവിൽ ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ ഒരാളെ വേഗത്തിൽ എത്തിച്ചതുപോലെയായിരുന്നു ജീസസിൻ്റെ വരവ്. യഥാർത്ഥത്തിൽ ആരാധകരുടെ ചോദ്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന പോലെ. കൂടെ അയാളുടെ അടുത്തകാല സ്റ്റാറ്റസുകളെല്ലാം വളരെ മോശം കൂടിയായിരുന്നു. ഒരു തരത്തിൽ പറയുമ്പോൾ ഇഞ്ചുറി നിരന്തരം വേട്ടയാടി കരിയറിൽ സ്ഥിരത പുലർത്താൻ സാധിക്കാത്ത ഒരു സ്പാനിഷ് സ്ട്രൈക്കർ. അയാളെ ആരാധകരുടെ തലയിൽ കെട്ടിവെക്കും പോലെയായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അധിക ഹൈപ്പുകളൊന്നും ആ സൈനിങ്ങിൽ ഉണ്ടായിരുന്നില്ല. മുന്നോട്ടുള്ള മത്സരങ്ങളിൽ അയാളിൽ വലിയ പ്രതീക്ഷയും ആരാധകർ കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് നടന്നതെല്ലാം രോമാഞ്ചിഫിക്കേഷൻ നിമിഷങ്ങൾ തന്നെയായിരുന്നു, ചരിത്രങ്ങൾ തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിൽ ജീസസ് ജെമിനിസ് എന്ന മനുഷ്യൻ ISLലെ തന്നെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കറായി മാറുകയായിരുന്നു. ഗോളുകളുടെ തോഴനായി മാറുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് തോറ്റാലും വിജയിച്ചാലും എതിരാളികളുടെ പേടി സ്വപ്നമായി അയാൾ മൈതാനത്ത് പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ക്രോസ് ബാറും പോസ്റ്റും വില്ലനായില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ISLന്റെ തലപ്പത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് ജീസസ് സഞ്ചരിച്ചേനെ.